ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അങ്കമാലി മാങ്ങാക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി ചെറിയ 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തീരെ ചെറുതായതുകൊണ്ടാണ് 2 എടുത്തത്. അത് ഞാൻ ആദ്യം നീളത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഏതാണ്ട് ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് അതിലേക്ക് ചേർത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണേ. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇവിടെ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ്. അത് ഞാൻ ഒരു 1/4 മുറിയോളം തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് തലപ്പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി എടുക്കാം. മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവോളയാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിരുന്നു, അതുകൂടി അതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർക്കുവാണേ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് അല്ലേ, അല്ലെങ്കിൽ അങ്കമാലി ഈ മാങ്ങാക്കറിയുടെ അതിൻ്റെ ഏറ്റവും ആ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൈ കൊണ്ടിത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലൊക്കെ ഇങ്ങനെ കല്യാണ തലേന്ന് ആൺകുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുന്നത്. ഞാനിവിടെ എനിക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് ചെയ്തു. എന്നാലും കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി തിരുമ്മാമായിരുന്നു. പിന്നെ കൈ നമുക്ക് പുകയോലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പിന്നെ സ്പൂൺ വെച്ചാണ് തിരുമ്മിയത്. ഈ അങ്കമാലി കല്യാണത്തിൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ആൺകുട്ടികളിരുന്ന് ഭയങ്കരമായിട്ട് മുറുക്കി ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുന്നത്. ആ തിരുമുന്നയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ ആ മാങ്ങ നമ്മൾ എടുത്തു വെച്ചില്ലേ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട്, അതുകൂടി ഇതിലേക്ക് ചേർക്കുവാണേ. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ 2-ാം പാലാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടില്ല. ഇത് പുറത്ത് വെച്ച് തന്നെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ 2-ാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനിത് തീ ഓൺ ചെയ്യാൻ പോവുകയാണ്. അടുപ്പിലേക്ക് വെച്ച് ഇത് തീ ഓൺ ചെയ്യാം. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ മാങ്ങയൊക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ തലപ്പാൽ ഇതിലേക്ക് ചേർക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേർക്കാൻ. അങ്ങനെ തലപ്പാലും കൂടി ചേർത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ തീ ഓഫാണേ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊന്ന് ചേർത്താൽ മതി. അതിനായിട്ട് ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്നതെല്ലാം ഉണക്കമുളക്, കറിവേപ്പില, ചെറിയുള്ളി എല്ലാം ഇതിലേക്ക് ചേർത്ത് നമ്മളൊന്ന് മൂപ്പിച്ച് ആ കറിയിലേക്ക് ചേർക്കാൻ പോവുകയാണേ. ഇതെല്ലാം ചേർത്തിട്ട് ആ ചട്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം അത് ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരിത്തിരി നേരം അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് വരുന്നത്. അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.